മാർച്ച് 21 ലോക വനദിനമായി ആഘോഷിക്കുകയാണല്ലോ. ഈ വനദിനത്തിൽ ബയോഗ്യാസ് പ്ലാന്റുകളുടെ പങ്ക് എന്ന വിഷയമാണ് ഞാനിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിൽ വനങ്ങൾ വഹിക്കുന്ന പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണല്ലോ. വൃക്ഷങ്ങൾ പ്രകൃതിയുടെ സ്വാഭാവിക കാർബൺ ശേഖരങ്ങളാണ്. അവ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർവ് ചെയ്യുന്നു, ഓക്സിജനെ പകരമായിട്ട് നൽകുന്നു. അതുകൂടാതെ ജൈവ വൈവിധ്യത്തെ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. വൃക്ഷങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ അത് മാത്രം പോരാ. ബയോഗ്യാസ് പ്ലാന്റ് പോലെയുള്ള സുസ്ഥിര സാങ്കേതിക വിദ്യകൾ പരിസ്ഥിതി സംരക്ഷണത്തിനും അത്യന്താപേക്ഷിതമാണ്. ബയോഗ്യാസ് പ്ലാന്റുകൾ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഹരിതഗൃഹവാതകങ്ങളുടെ വ്യാപനം ലഘൂകരിക്കുന്നതിനും വനങ്ങൾ സംരക്ഷിക്കുന്നതിനും അത്യാവശ്യമാണ്. വൃക്ഷങ്ങളും ബയോഗ്യാസ് പ്ലാന്റുകളും പരിസ്ഥിതി സംരക്ഷണത്തിന് എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വൃക്ഷം ഒരു വർഷം ഏകദേശം 22 കിലോഗ്രാമോളം കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഇതേ സ്ഥാനത്ത് 1 ഘനമീറ്റർ വലിപ്പമുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണെങ്കിൽ അത് ഓരോ വർഷവും 2 മുതൽ 3 മെട്രിക് ടൺ വരെ കാർബൺ ഡൈ ഓക്സൈഡ് ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വൃക്ഷത്തിൻ്റെ കാലയളവ് ഏകദേശം ഒരു 40 മുതൽ 100 വർഷമായിട്ട് കണക്കാക്കുമ്പോൾ ഈ 100 വർഷത്തിനുള്ളിൽ ആ വൃക്ഷം ഏകദേശം 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു എന്നാണ് ഈ രംഗത്തെ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നഗരവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഭാഗമായി ഓരോ വർഷവും ലക്ഷക്കണക്കിന് വൃക്ഷങ്ങളാണ് നശിപ്പിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായി പരിസ്ഥിതി സന്തുലനം തകരാറിലാകുകയും മണ്ണൊലിപ്പ് വർദ്ധിക്കുകയും ജൈവ വൈവിധ്യം തകരാറിലാകുകയും ചെയ്യും. ഈ രംഗത്ത് ബയോഗ്യാസ് പ്ലാന്റുകൾ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ബയോഗ്യാസ് പ്ലാന്റ് മീഥൈൻ്റെ വ്യാപനം തടയുന്നതിനും ജൈവ അവശിഷ്ടങ്ങളെ ഹരിത ഊർജമായി മാറ്റുന്നതിലും സഹായിക്കുന്നു. 1 ഘനമീറ്റർ വലിപ്പമുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഓരോ വർഷവും 2 മുതൽ 3 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായ അളവിലുള്ള മീഥൈൻ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നത് തടയുന്നതായിട്ടാണ് പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വൃക്ഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ 100 മുതൽ 150 വളർച്ചയെത്തിയ വൃക്ഷങ്ങൾ ഒരു വർഷം ആഗിരണം ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ് 1 ഘനമീറ്റർ വലിപ്പമുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഒരു വർഷം ഓഫ്സെറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാൽ വലിപ്പം കൂടിയ ബയോഗ്യാസ് പ്ലാന്റുകൾ, പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന പ്ലാന്റുകൾ, വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന പ്ലാന്റുകൾ, ഇവയിൽ നിന്ന് കിട്ടുന്ന പരിസ്ഥിതി സംരക്ഷണം പരിശോധിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായ മീഥൈൻ വ്യാപനം തടയുന്നതിനും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ബയോഗ്യാസ് പ്ലാന്റുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബയോഗ്യാസ് പ്ലാന്റുകൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. അത് പ്രധാനമായിട്ട് വനനശീകരണം തടയുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. അതായത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് മെട്രിക് ടൺ വിറകും കരിയും പാചക ഇന്ധനമായി ഉപയോഗിക്കുന്നത് നിരവധി വൃക്ഷങ്ങൾ നശിക്കുന്നതിന് ഇടയാക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റുകൾ കൂടുതൽ ഉപയോഗത്തിൽ വരുമ്പോൾ വിറകിനു വേണ്ടിയും പാചക ഇന്ധനം മറ്റ് പാചക ആവശ്യങ്ങൾക്ക് വേണ്ടിയും വൃക്ഷങ്ങൾ നശിക്കുന്നത് വലിയൊരളവ് വരെ നിയന്ത്രിക്കാൻ സാധിക്കും. രണ്ടാമതായി
ബയോഗ്യാസ് പ്ലാന്റുകൾ മീഥെയ്ൻ വ്യാപനം തടയുന്നതിന് സഹായകരമാണ്. അതായത് സാധാരണഗതിയിൽ ജൈവാവശിഷ്ടങ്ങൾ ഒരു പൊതുസ്ഥലത്ത് കുന്നുകൂടുകയോ പൊതു മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുകയോ ചെയ്താൽ അവിടെ നിന്നും വ്യാപകമായ തോതിൽ മീഥെയ്ൻ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. മീഥെയ്ൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 20 മടങ്ങിലധികം അപകടകാരിയായ ഒരു ഹരിതഗൃഹ വാതകമാണ്. അപ്പോൾ മീഥെയ്ൻ്റെ വ്യാപനം തടയുന്നതിന് പൊതു മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ എത്തുന്ന മാലിന്യങ്ങളുടെ അളവ് കുറയുന്നതിലൂടെ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മീഥെയ്ൻ വ്യാപനം തടയുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ നിർണായകമായ പങ്ക് വഹിക്കുകയാണ്. ബയോഗ്യാസ് പ്ലാന്റുകൾ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിക്കുകയാണ്. അതായത് അലക്ഷ്യമായി വലിച്ചെറിയുന്ന ജൈവ അവശിഷ്ടങ്ങളും മറ്റ് ഉപയോഗശൂന്യമായ ഭക്ഷണാവശിഷ്ടം, കാർഷിക അവശിഷ്ടം, പക്ഷിമൃഗാദികളുടെ കാഷ്ടം എന്നിവയും ജൈവവാതക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിക്കുമ്പോൾ അത് ഗുണമേന്മയുള്ള ജൈവവളമായി മാറുകയാണ്. ഇത് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിനും വെള്ളം സംഭരിക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനാൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. ബയോഗ്യാസ് പ്ലാന്റുകളിലൂടെ സംസ്കരണം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ജൈവവളം രാസവളത്തിൻ്റെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അത് കാരണം രാസവളം ഉപയോഗിക്കുന്നത് മൂലം മണ്ണിനുണ്ടാകുന്ന അതിൻ്റെ ഗുണമേന്മ ശോഷണം വലിയൊരളവ് വരെ നിയന്ത്രിക്കുന്നതിനും ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായകരമാണ്. ബയോഗ്യാസ് പ്ലാന്റുകൾ കാലാവസ്ഥ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ഗോളുകൾ പൂർത്തീകരിക്കുന്നതിലും ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. 17 ഗോളുകളാണ് ഇതിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ 16 ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനും ബയോഗ്യാസ് പ്ലാന്റുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ രംഗത്ത് ബയോടെക് എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പാക്കി വരുന്നതെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 31 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ബയോടെക് ജൈവമാലിന്യങ്ങളുടെ വികേന്ദ്രീകൃത സംസ്കരണം പ്രധാനമായി പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. ജൈവമാലിന്യങ്ങളെ അവയുടെ ഉറവിടങ്ങളായ വീടുകളിലും സ്ഥാപനങ്ങളിലും സംസ്കരിക്കുന്നതിന് അനുയോജ്യമായ ചെറുതും വലുതുമായ നിരവധി വലിപ്പത്തിലും മാതൃകയിലുമുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഇതിനോടകം തന്നെ ബയോടെക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 32,000-ലധികം വീടുകളിലും സ്ഥാപനങ്ങളിലും ബയോടെക് പ്ലാന്റുകൾ പ്രവർത്തിച്ചു വരികയാണ്. അത് പരിസ്ഥിതി സംരക്ഷണത്തിനും വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹരിത ഊർജത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനും ബയോടെക് പ്ലാന്റുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നു. ഈ ലോക വനദിനത്തിൽ വൃക്ഷങ്ങളുടെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല, ഒരു തർക്കമറ്റ കാര്യമാണ്. അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വ്യാപനം തടയുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ബയോഗ്യാസ് പദ്ധതികൾ ജൈവമാലിന്യ സംസ്കരണത്തിനായി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഭാവി തലമുറയ്ക്കായി ഹരിതവും ആരോഗ്യപരവുമായ ഒരു ഭൂമി നമുക്ക് സൃഷ്ടിക്കാം. വനങ്ങളെ സംരക്ഷിക്കാം, പുനരുപയോഗ ഊർജം പ്രോത്സാഹിപ്പിക്കാം, ഭാവി കരുതലോടെ രൂപപ്പെടുത്താം. താങ്ക് യു.